ഇതാണ് പ്രസിദ്ധമായ തെച്ചിക്കോട്ടുകാവ് ദേവീക്ഷേത്രം. തെച്ചിക്കോട്ടുകാവെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. അതെ, ഈ അമ്പലത്തിലെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കൂടെ തെച്ചിക്കോട്ടുകാവ് ദേവീദാസനും. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് തെച്ചിക്കോട്ടുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിന് ശേഷം രാമനെ കാണാനായിട്ടാണ് തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെത്തിയത്. രാമനെ കാണാനായി തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാമനല്ലേ തെച്ചിക്കോട്ടുകാവിലെ താരം? ഇതാണ് രാമൻ്റെ പൊന്നനിയൻ തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ. രണ്ടുപേരുടെയും അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ കയറ് കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഉത്രാളിക്കാവ് ദേവീക്ഷേത്രം. തൃശ്ശൂർ വന്നാൽ ഉത്രാളിക്കാവ് ദേവിയെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കും മനോഹരവും പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്നതുമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എത്ര മനോഹരമാണെന്നറിയാമോ ഇവിടുത്തെ കാഴ്ചകൾ? മനസ്സിലൊരു കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ്. ചുറ്റും വയലും തൊട്ട് പുറകെ കൂടി ഒരു റെയിൽവേ ട്രാക്കും. കേരളത്തിലെ പ്രശസ്തമായ വേല ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. എങ്കക്കാവ്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള 3 പങ്കുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ. സാധാരണ ഓരോ ദേശക്കാരും 11 ആനകൾ വീതം മൊത്തം 33 ആനകളെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നു. ഏറ്റവും പ്രധാന ആകർഷണം പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടാണ്. മെയിൻ റോഡിൽ നിന്ന് കുത്തനെ താഴേക്കൊരു ഇറക്കമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി. റോഡിൽ നിന്നും ഇങ്ങനെ ഒരു വഴി പെട്ടെന്ന് ആരുടെ ശ്രദ്ധയിൽപ്പെടില്ല, പരിചയമില്ലാത്തവരാണെങ്കിൽ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ക്ഷേത്രം തുറന്നിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ സമയത്താണ് ഇവിടേക്ക് എത്തിയത്. അതിരാവിലത്തെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ലോകമാണ്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി റോഡിന് തൊട്ടടുത്താന്ന് പോലും നമുക്കൊരു ഫീലും തരാത്ത നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ മുഴുവൻ. കുട്ടികളോടൊത്ത് ചെലവഴിക്കാൻ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രം. ഉത്രാളിക്കാവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഉത്രാളിക്കാവിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഇത് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ ആനയടി എന്ന സ്ഥലത്താണ് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നരസിംഹമൂർത്തി പ്രധാന ദേവതയായ ഇന്ത്യയിലെ ഏക പ്രധാന ക്ഷേത്രമാണ് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം. ഗജപ്രിയനാണ് നരസിംഹമൂർത്തി. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗജമേള, ആനയടി ഗജമേള നടക്കുന്നതും ഇവിടെയാണ്. ക്ഷേത്രപ്രദേശത്ത് ആനയുടെ കാൽപ്പാടുകൾ പതിഞ്ഞതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പേര് വന്നത്. പ്രധാന പ്രതിഷ്ഠയായ നരസിംഹമൂർത്തിയെ ആനയടി തേവർ എന്നും ഇവിടെ അറിയപ്പെടുന്നു. ശാസ്താംകോട്ടയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം ഇവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. പ്രധാന പാതയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് മാറിയാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ഗജമേളയാണല്ലോ ഗജപ്രിയനായ നരസിംഹമൂർത്തിയുടെ പ്രധാനപ്പെട്ട ചടങ്ങ്.
100-ൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ ഗജമേള നടത്തണമെന്നുണ്ടെങ്കിലും ഇന്ന് വരെ അത് നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട സ്വർണ്ണ കൊടിമരം തിരിച്ചു കിട്ടുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. 98 ഗജവീരന്മാരെ ഇതുവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. അതുവരെ ബായ്.